റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 42ാമത്തെ നിയമം ഇടയനെ അടിക്കുക ആളുകൾ ചിതറിപ്പോകും. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് ഒരു കൂട്ടത്തെ നശിപ്പിക്കാൻ നിങ്ങൾ ആ കൂട്ടത്തിന്റെ നേതാവിനെ ആക്രമിക്കുക എന്നതാണ്. ഒരു കൂട്ടത്തിന്റെ ശക്തി അതിന്റെ നേതാവിലാണ്. നിങ്ങൾ നേതാവിനെ ആക്രമിക്കുമ്പോൾ ആ കൂട്ടത്തിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അത് ചിതറിപ്പോവുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് ആ കൂട്ടത്തെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന തത്വം ഒരു കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കുക എന്നതാണ്. ഒരു കൂട്ടത്തിന് ഒരു നേതാവ് ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ശക്തിയുണ്ടാകും. അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ നേതാവിനെ ആക്രമിക്കുമ്പോൾ അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അവർക്ക് ഭയമുണ്ടാകുകയും ചെയ്യും. ഈ ഭയം കാരണം അവർ ചിതറിപ്പോകും. നിങ്ങൾ ഈ നിയമം ഉപയോഗിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നേതാവിനെ തിരിച്ചറിയുക. നിങ്ങൾ ഒരു കൂട്ടത്തെ ആക്രമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിന്റെ നേതാവിനെ തിരിച്ചറിയുക. നേതാവ് എവിടെയാണെന്ന് മനസ്സിലാക്കുക. നേതാവിനെ ആക്രമിക്കുക. നിങ്ങൾ നേതാവിനെ ആക്രമിക്കുമ്പോൾ അത് ധീരമായി ചെയ്യുക. നിങ്ങളുടെ ആക്രമണം വേഗത്തിലായിരിക്കണം. അനുയായികളെ നിരീക്ഷിക്കുക. നിങ്ങൾ നേതാവിനെ ആക്രമിച്ച ശേഷം അനുയായികളെ നിരീക്ഷിക്കുക. അവർ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കൂട്ടത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിന്റെ നേതാവിനെ ആക്രമിക്കുക. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവകാലത്ത് വിപ്ലവകാരികൾ റഷ്യൻ സാമ്രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അവർ റഷ്യൻ സാമ്രാജ്യത്തിന്റെ നേതാവായ റഷ്യൻ രാജാവിനെ ആക്രമിച്ചു. ഈ ആക്രമണം കാരണം റഷ്യൻ സാമ്രാജ്യം നശിച്ചു. സിനിമ ദി ലോർഡ് ഓഫ് ദി റിംഗ്സ്. ഈ സിനിമയിലെ സാരുമാൻ എന്ന വില്ലൻ ഒരു വലിയ അനുയായിവൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തു. ഈ അനുയായിവൃന്ദത്തെ നശിപ്പിക്കാൻ അവർ സാരുമാനെ ആക്രമിച്ചു. സാരുമാനെ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ ചിതറിപ്പോയി. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തിയും പേർഷ്യൻ രാജാവും. അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പേർഷ്യൻ സൈന്യത്തിന്റെ നേതാവായ ഡാരിയസ് രാജാവിനെ ആക്രമിച്ചു. ഈ ആക്രമണം കാരണം പേർഷ്യൻ സൈന്യം ചിതറിപ്പോയി. സിനിമ ഹാരി പോട്ടർ. ഹാരി പോട്ടർ വോൾഡ്മോർട്ടിന്റെ അനുയായിവൃന്ദത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഹാരി വോൾഡ്മോർട്ടിനെ ആക്രമിച്ചു. ഈ ആക്രമണം കാരണം വോൾഡ്മോർട്ടിന്റെ അനുയായികൾ ചിതറിപ്പോയി. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ റഷ്യ ആക്രമിച്ചപ്പോൾ അദ്ദേഹം റഷ്യൻ സൈന്യത്തിന്റെ നേതാവായ റഷ്യൻ സൈനിക ജനറലിനെ ആക്രമിച്ചു. ഈ ആക്രമണം കാരണം റഷ്യൻ സൈന്യം ചിതറിപ്പോയി. സിനിമ ബാഹുബലിയിലെ മഹേന്ദ്ര ബാഹുബലി. ബാഹുബലി ബല്ലാലദേവയുടെ സൈന്യത്തെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ബല്ലാലദേവയെ ആക്രമിച്ചു. ഈ ആക്രമണം കാരണം ബല്ലാലദേവയുടെ സൈന്യം ചിതറിപ്പോയി. ചരിത്രം. ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ മംഗോൾ ഗോത്രങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം തന്റെ എതിരാളികളെ ആക്രമിച്ചു. ഈ ആക്രമണം കാരണം എതിരാളികളുടെ അനുയായികൾ ചെങ്കിസ് ഖാനെ വിശ്വസിച്ചു. സിനിമ ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അവരുടെ നേതാക്കന്മാരെ ആക്രമിച്ചു. ഈ ആക്രമണം കാരണം എതിരാളികളുടെ കുടുംബങ്ങൾ ചിതറിപ്പോയി. ചരിത്രം. വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ നാസി ജർമ്മനിയെ നേരിട്ടപ്പോൾ അദ്ദേഹം നാസികളുടെ നേതാവായ അഡോൾഫ് ഹിറ്റ്ലറെ ആക്രമിച്ചു. ഈ ആക്രമണം കാരണം നാസികൾക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. സിനിമ മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയുടെ രോഗം മാറ്റാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഗംഗയുടെ രോഗത്തിന്റെ നേതാവിനെ ആക്രമിച്ചു. ഈ ആക്രമണം കാരണം ഗംഗയുടെ രോഗം മാറി.